ഈ സഹോദരൻ്റെ വീഡിയോ നിങ്ങൾ ശരിക്കും കേൾക്കണം കേട്ടോ. ആരാണെന്നോ എന്താണെന്നോ എപ്പോഴടുത്ത വീഡിയോ ആണെന്നോ എനിക്കറിയില്ല. ചില വാക്കുകൾ കേൾക്കുമ്പോൾ ഇല്ലേ മനസ്സിൽ വല്ലാതൊരു വിങ്ങലാണ്. നമ്മുടെ മക്കളും ഇങ്ങനെ ഒരിക്കലും പെടാതിരിക്കട്ടെ എന്നിട്ട് നമുക്കും ആഗ്രഹിക്കാമല്ലേ. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, വളരെ വേദനാകരമായ ഒരു അനുഭവം ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് മുൻപ് എനിക്ക് ഉണ്ടായപ്പോൾ അത് നിങ്ങളുമായി പങ്കുവയ്ക്കാന്ന് വിചാരിച്ചാൽ ഒന്നുമില്ല. കോഴിക്കോട് സിറ്റിയിൽ നിന്ന് കോഴിക്കോട് മൊഫീസിൽ ബസ് സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് രണ്ട് സ്റ്റുഡന്റ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും എന്റെ ഓട്ടോയിൽ കയറി. സ്റ്റുഡന്റുകളാണ്, 18-19 വയസ്സുണ്ടായിരിക്കും. അങ്ങനെ എന്റെ ഓട്ടോയിൽ കയറിയിട്ട് പറഞ്ഞു സരോവരം പാർക്കിലേക്ക് വിടാൻ. അപ്പൊ സരോവരം പാർക്കിലേക്ക് വിടാൻ പറഞ്ഞപ്പോ തന്നെ നമ്മൾ ഒരു ഓട്ടോ ഡ്രൈവർമാരൊക്കെ നോക്കും. കാരണം എന്തുകൊണ്ടറിയോ, അത് അത്രയും വൃത്തികെട്ടൊരു സ്ഥലമാണ്. കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട, ദൈവം വെറുക്കപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഈ സരോവരം പാർക്ക് മാത്രമേ ഉള്ളൂ. കാരണം എന്താ പറയുക, പരസ്യമായിട്ട് വ്യഭിചരിക്കും. ഞാൻ ഒരു ദിവസം അതിനുള്ളിൽ പോയിനു, ഇതൊരു സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. അവിടെ പോയപ്പോ ഞാൻ പോയ സ്പീഡിൽ തന്നെ തിരിച്ച് ഓടിപ്പോന്നു. കാരണം പരസ്യമാണ് അവിടെ എല്ലാ കാര്യങ്ങളും, ഒരു പ്രശ്നവുമില്ല, ആരൊന്നും ചോദിക്കാൻ പറയാനൊന്നുമില്ല, സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ. അപ്പോ എന്നിട്ട് ഇവർ വണ്ടി കയറിയിട്ട് ഇവര് വണ്ടിന്ന് അതിന്റെ ഓട്ടോയിൽ നിന്നിട്ട് വേണ്ടാത്ത വൃത്തികെട്ട കളി കളിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നടക്കൂല, ഇത് നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സ്ഥലമല്ല, ഇത് ഞാൻ എന്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അരി വാങ്ങാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒന്നെങ്കിലും ഇവിടുന്ന് ഇറങ്ങുക, അല്ലെങ്കിൽ നിങ്ങളെ ലക്ഷ്യസ്ഥലത്ത് എത്തിയിട്ട് നിങ്ങൾ ആ കളി കളിക്കുക എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരൊന്നും മിണ്ടില്ല. അപ്പൊ പൊന്നും മക്കളോടെ എനിക്ക് പറയാനുള്ള, പൊന്നും മക്കളെ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്. കാരണം പണ്ടത്തെ കാലമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമോ കാര്യങ്ങളൊക്കെ കഴിക്കാൻ നമ്മളൊക്കെ അധ്വാനിച്ചിട്ടും പഠിച്ചിട്ടൊക്കെ വേണ്ടി നിൽക്കുക ചെയ്യാൻ. ഇന്ന് അതൊന്നല്ല. ഇന്ന് മക്കൾക്ക് ഏത് ഭക്ഷണമാണ് വേണ്ടിയത്, അൽഫാം അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാണല്ലോ, പിന്നെ മന്തി, പിന്നെന്തൊക്കെയുള്ളത്, പിന്നെ ഷവർമ, ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഇവർ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുക. കാരണം അവർ സന്തോഷത്തിൽ പഠിക്കട്ടെ, അവർ പഠിച്ച് എവിടെയെങ്കിലും ഒരു വിജയം കണ്ടെത്തിയാൽ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം നല്ല പെൺകുട്ടികളുണ്ട് കേട്ടോ. ഞാൻ പെൺകുട്ടികളെ എടുത്തു പറയാൻ വെച്ചാൽ പെൺകുട്ടികൾ നല്ല ലക്ഷ്യബോധവുമായിട്ട് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. നല്ലോണം പഠിക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ഒരു ജോലി കിട്ടുക, എന്നിട്ട് വിവാഹം ചെയ്യുക, അങ്ങനത്തെ തീരുമാനമുള്ള പെൺകുട്ടികളൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യാൻ. അതിലൊരു കുറ്റം എനിക്ക് പറയാനില്ല അവരൊന്നും. അങ്ങനെ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ഭർത്താവിന് മാത്രം ജോലി ഉണ്ടായിട്ട് കാര്യമില്ല, ഭാര്യയ്ക്കും ജോലി വേണം. അല്ലെങ്കിൽ എന്താ പറയാ, ആ കുടുംബത്തിൽ ഇഷ്യൂസുകൾ വരും. കാരണം അങ്ങനത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഈ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ സ്വയം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളെ ഭാവി കൊളായി പോകും. നമ്മളൊക്കെ കഴിയാനായിക്കണ്. സ്നേഹം കൊണ്ട് പറയാണ്, ഈ സരോവര പാർക്ക് പോലത്തെ പാർക്കിലൊക്കെ നേരം വെളുക്കുമ്പോൾ നിങ്ങളെ പിന്നെ വീട്ടിൽ നിന്ന് പാവം പഠിക്കാനൊക്കെ എവിടുന്നോ കഷ്ടപ്പെട്ട് അയക്കും, പൈസ കൊടുത്ത് അയക്കുന്നത് നേരെ പഠിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോകുന്നത് വ്യഭിചരിക്കാനാ. പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. ഞാനുള്ള തുറന്ന് പറയാണ് സുഹൃത്തുക്കൾ, ആരോട് ദേഷ്യം തരുന്നല്ല. ഞാൻ വളരെ വിഷമമുണ്ടായിരുന്നത്തെ അനുഭവം. അത് പച്ച തുറന്ന് പറയാത്തത് ഇത് ഒരു സോഷ്യൽ മീഡിയ ആണ്, ലക്ഷോപലക്ഷം ജനങ്ങൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പരസ്യമായി